വണ്ടിയുടെ സൈഡിൽ നമ്പർ ഇല്ലല്ലോ. വർഗീസേ, വെറുതെ എട്ടി വാങ്ങിക്കണ്ട. പറ, നീ പ്രകാശൻ എന്താ ചെയ്ത്? നിങ്ങൾ ഈ പറയുന്ന പ്രകാശൻ ആരാന്ന് പോലും എനിക്കറിയില്ല സാറേ. പിന്നെ പ്രകാശൻ അവിടെ പോടാ, ആവേ പോയാ? ഒരു മിനിറ്റ് ഒന്ന്. നീ പ്രകാശൻ എന്താ ചെയ്ത്? സാർ, ഞാൻ ഈ വർഗീസിനെ പറ്റി അന്വേഷിച്ചു. അതൊരു സാധാരണ കുടുംബമാണ്, അടിമാലിലെ താമസം. ഈ അടുത്ത് അയാളൊരു കിഡ്നിക്ക് എന്തോ കംപ്ലൈന്റ് എത്തി ഒരെണ്ണം റിമൂവ് ചെയ്തു. ഇതിനൊക്കെ അയാളെ കിഡ്നിക്ക് എന്തോ കംപ്ലൈന്റ് ആയിട്ട് ഒരെണ്ണം റിമൂവ് ചെയ്തു. അതിനുശേഷം അവിടുത്തെ നാട്ടുകാരും ഭക്തസംഘടനയും കൂടി ഒരു വണ്ടി വാങ്ങിക്കൊടുത്തു. ഇപ്പോൾ അതുകൊണ്ടാണ് കുടുംബം വളർത്തുന്നത്. പിന്നെ അയാളെപ്പറ്റി അന്വേഷിച്ചാൽ അയാൾ അത്ര പ്രശ്നക്കാരൊന്നുമല്ല സാർ. അയാളെ മെഡിക്കൽ റിപ്പോർട്ട് ഞാൻ സാറിന് ഇമെയിൽ അയച്ചിട്ടുണ്ട്. സാർ അണർന്നു കൊടുത്ത് അവൻ പറയും സാർ. ഇയാൾക്ക് പ്രകാശിൻ്റെ മിസ്സിംഗ് കേസുമായിട്ട് ബന്ധമൊന്നും തോന്നില്ല. അപ്പം പ്രകാശൻ എവിടെ പോയി സാർ? എനിക്കല്ല സാറേ. വർഗീസ്, ഈ ആക്സിഡൻറ്റ് നടക്കുമ്പോൾ വർഗീസിൻ്റെ വണ്ടിയുടെ തൊട്ട് പുറകെ ഏതെങ്കിലും വണ്ടി ഉണ്ടായിരുന്നു? ഇല്ല സാർ, ഇല്ല. ഉറപ്പാണ്? ഉറപ്പാ സാർ. വർഗീസിൻ്റെ വണ്ടി പോയതിന് ശേഷം വന്ന വണ്ടിയായിരിക്കും പ്രകാശനെ കൊണ്ടുപോയിട്ടുണ്ടാവുക. ആ വണ്ടിയുടെ സൈഡിൽ നമ്പർ ഇല്ലല്ലോ. ഫെലിക്സേ, സാർ, വർഗീസിൻ്റെ വണ്ടി പാസ് ചെയ്തിട്ടുള്ളത് 8:49 അതിനുശേഷം പാസ് ചെയ്തിട്ടുള്ള വണ്ടി ഇതാണ്. എനിക്ക് തോന്നുന്നത് ഇതായിരിക്കണം ആ നമ്പറില്ലാത്ത പിക്കപ്പ്. ഇതിനകത്തുണ്ടായിരിക്കും നമ്മൾ അന്വേഷിക്കുന്ന പ്രകാശൻ.